അതിപരിശുദ്ധമായ നാം വാഴ്ത്തും. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്തു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. യൂദയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ പിതാവായി ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ്. യൂദയുടെ ലേഖനം വളരെ പ്രധാനപ്പെട്ട ഒരു ലേഖനമാണ്. ഒറ്റ അധ്യായമേ ഉള്ളൂ. അല്ലേറിയ. അപ്പൊ യേശുക്രിസ്തുവിന്റെ സഹോദരനാണ് ഈ യൂദ എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിന്റെ സഹോദരനാണെങ്കിൽ പോലും യൂദ തന്നെ താഴ്ത്തി ഒന്ന് സമർപ്പിച്ചാൽ പറഞ്ഞത് യേശുക്രിസ്തുവിന്റെ ദാസൻ അല്ലേറിയ എന്നുള്ള അനുഭവത്തിൽ താഴ്മ ലഭിച്ചുകൊണ്ട് ഒരു താഴ്മയുടെ അനുഭവത്തിൽ നല്ല മനസ്സിന്റെ ഉടമയായി നിന്നാണ് ഈ ദൈവവചനം പറയുന്നത്. ഇപ്പൊ യേശുക്രിസ്തുവിന്റെ സഹോദരനായി യൂദ വേണൻ പറയും, എന്റെ ജ്യേഷ്ഠനായിരിക്കുന്ന ലോകത്തെ സൃഷ്ടിച്ച സൃഷ്ടാവായിരിക്കുന്ന ദൈവത്തിന്റെ അനുജനാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ യൂദയ്ക്ക് എഴുതാം. പക്ഷേ യൂദ അത്രയൊന്നും കടന്ന് ചിന്തിക്കാതെ സ്വന്തം ജ്യേഷ്ഠൻ അല്ലേറിയ എന്നുള്ള പദവിയൊക്കെ ഉണ്ടെങ്കിലും ജ്യേഷ്ഠൻ എന്നുള്ള ആ സ്ഥാനത്തേക്കാൾ ഉപരിയായി ദൈവമഹത്വം കണ്ടു. യേശുവിലുള്ള തന്റെ മൂത്ത ജ്യേഷ്ഠൻ എന്നുള്ള ആ പദവിക്കകത്ത് തന്നിൽ ഒതുങ്ങിയിരിക്കുന്ന ദൈവത്വം താൻ സൃഷ്ടാവാണെന്ന് കണ്ടു. യൂദയടക്കമുള്ള ബാക്കിയുള്ള സഹോദരങ്ങളെ പോലെ ജഡരക്തത്താൽ യോസേപ്പിനാൽ ജനിച്ചവരല്ല. യേശു പരിശുദ്ധാത്മാവിൽ യൂദയുടെ അമ്മയായ മറിയയുടെ ഉദരത്തിൽ ജനിച്ചു എന്ന് യൂദയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും യൂദയ്ക്ക് മനസ്സിലായി. എന്റെ ഏരിയ നമ്മൾ ആ അനുഭവത്തിലേക്ക് അതുകൊണ്ടാണ് യൂദ തന്നെ താഴ്ത്തുന്നത്. അവിടെ നിൽക്കട്ടെ. അപ്പൊ എന്നിട്ട് പറയുകയാണ്, പിതാവായി ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ. അപ്പം പിതാവിനെ സ്നേഹിക്കപ്പെട്ട് അല്ലേറിയ സ്തോത്രം യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും. ഇതിനകത്ത് ജാതി പറഞ്ഞിട്ടില്ല കേട്ടോ. ഹിന്ദു എന്നോ ഇസ്ലാമെന്നോ മുസ്ലിമെന്നോ ബുദ്ധമതക്കാരനോ ജൈനമതക്കാരനോ അല്ലെ ഭൂമിയിലെ ഒരു ജാതിയെ കുറിച്ചും പറഞ്ഞിട്ടില്ല. നമ്മളെല്ലാവരും പിതാവിനാൽ സ്നേഹിക്കപ്പെട്ടവരാണ്. അല്ലേടി യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നവരാണ്. ഇനി അതിനകത്ത് ഒന്നുകൂടെ ചിന്തിച്ചാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവിന് വേണ്ടി യേശുക്രിസ്തുവിനാൽ നമ്മൾ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയുണ്ട്. എന്തിനാണ്? നമുക്കൊരു നിത്യതയുണ്ട് അങ്ങോട്ടൊന്ന് എത്തിച്ചേരുവാൻ. ഇതിന്റെ പല വ്യാഖ്യാനങ്ങൾക്കകത്ത് പല ചിന്തകളാണ് കിടക്കുന്നത് കേട്ടോ. യൂദയുടെ പുസ്തകത്തിന്റെ വിവിധ വ്യാഖ്യാനങ്ങൾ നിങ്ങൾ വായിച്ചതിനകത്ത് ഒരുപാട് വ്യത്യസ്തമായ ചിന്തകൾ കാണാൻ കഴിയും. ഞാൻ പല പുസ്തകങ്ങളിനകത്ത് വായിച്ചു നോക്കിയിട്ടുണ്ട്. അല്ലേ, എന്നെ വളരെ ആകർഷിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പുസ്തകം. കാരണം എനിക്കും മനസ്സിലായി, അല്ലെങ്കിൽ പിതാവിനാൽ അല്ലെങ്കിൽ പിതാവായി ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവനാണ് ഞാനൊരു അന്യനല്ല, ഞാനൊരു വെറുതെക്കാരനല്ല, എന്നെ ആരും സ്നേഹിക്കാനില്ല കരുതാനില്ല എന്നൊക്കെ പറഞ്ഞ് എന്റെ മനസ്സിനകത്ത് ഞാൻ വിവാദങ്ങൾ ഉണ്ടാക്കിയെടുക്കാതെ, ഒന്നുകൂടെ പറയട്ടെ, എന്നെ ആരും സ്നേഹിക്കാനില്ല കരുതുവാനില്ല എന്നൊക്കെ പറഞ്ഞ് എന്റെ മനസ്സിനകത്ത് വിവാദങ്ങൾ ഞാൻ ഉണ്ടാക്കിയെടുക്കാതെ എന്നെ സ്നേഹിക്കാൻ ഒരു പിതാവുണ്ട്. അപ്പൊ പിതാവിനാൽ സ്നേഹിക്കപ്പെട്ടു. അപ്പൊ യേശുക്രിസ്തുവിനാൽ സൂക്ഷിക്കപ്പെട്ടു. ക്രിസ്തുവിനാൽ നമ്മെ സൂക്ഷിച്ചിരിക്കുക ഈ ഭൂമി. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് തന്റെ അവസാനത്തുള്ള രക്തം വരെ തന്ന് നമ്മെ പാപത്തിന് വിടുവിച്ച് നമുക്ക് നിത്യതയുടെ ബോധ്യം തന്ന് നിത്യതയെക്കുറിച്ച് മനസ്സിലാക്കി, മരണമുണ്ട്, മരണാനന്തര ജീവിതമുണ്ട്, മരണാനന്തരം മനുഷ്യൻ എങ്ങോട്ട് പോകും, യേശുക്രിസ്തുവിനാൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ജനത്തിന് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന പുതിയ യെരൂശലേമിനെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് തന്ന് വെളിപ്പാട് തന്ന് നമ്മെ ഇവിടെ കർത്താവ് സൂക്ഷിച്ചിരിക്കുകയാണ്. നിങ്ങൾ യേശുക്രിസ്തുവിനാൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നവരാണോ? യേശുക്രിസ്തുവിനാൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നവർക്ക് മാത്രമേ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വപ്രത്യക്ഷത്തിൽ മധ്യാകാശ വരവെങ്കിൽ കർത്താവിനോടൊപ്പം എടുക്കപ്പെടാൻ പറ്റത്തുള്ളൂ. അല്ലേരിയ. അല്ലെങ്കിൽ നമ്മൾ നിത്യമായിട്ടും അല്ലേരിയ നിത്യ നരകത്തിലേക്ക് പോകേണ്ടി വരും. അല്ലേരിയ. നമ്മുടെ ജീവിതം എന്നൊക്കെ പറയുന്ന താൽക്കാലികം. ഞാൻ എപ്പോഴും പറയണം, ഞാനെപ്പോഴും എന്റെ ജീവിതത്തിൽ അങ്ങനെ കാണാം. താൽക്കാലികമായി ഭൂമി, താൽക്കാലികമായ ജീവിതം. എത്ര കാലം കിട്ടുമെന്നൊന്നും പറയാൻ പറ്റും. പക്ഷെ ലഭിച്ച സമയം നമ്മൾ പിതാവിനാൽ സ്നേഹിക്കപ്പെട്ട് യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടിരിക്കണം. അല്ലേരിയ. നമുക്ക് ഇവിടുന്ന് പോകേണ്ടി വരാം. ഞാൻ എന്തെങ്കിലുമൊന്നും ഇവിടുത്തെ സ്ഥിരവാന ജീവിതക്കാരല്ല. അതുകൊണ്ട് നമ്മൾ കർത്താവിന് വേണ്ടി ഒരുങ്ങണം. അല്ലേരിയ. അപ്പൊ യേശുവിന്റെ ശിഷ്യന്മാരായ 2 യൂദന്മാരെ പറ്റി തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ടെങ്കിലും അവരിൽ ആമേൻ അറിയാം, അവരിൽ ആരുമല്ല ഈ
ആമി ലേഖനം എഴുതിയത്. ഇവിടെ യൂദ സ്വയം പരിചയപ്പെടുത്തുന്ന വിധം ആമി ശ്രേഷ്ഠവും ശ്രദ്ധയുമാണ്. ജഡപ്രകാരം യേശുവിന്റെ ഏറ്റവും ഇളയ സഹോദരനായിരുന്നിട്ടും മത്തായിയുടെ വിശേഷം 13:55 വായിച്ചാൽ കാണാൻ കഴിയും. ഹല്ലേലൂയ. ബന്ധം എടുത്ത് കാണിക്കാതെ യേശുക്രിസ്തുവിന്റെ ദാസൻ എന്ന് മാത്രം പറയുക. കാരണം തന്റെ ബന്ധം എടുത്ത് കാണിക്കുക. നമ്മളാണ് എന്തെല്ലാം പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരുന്നതല്ലേ. അപ്പൊ യേശുക്രിസ്തുവിന്റെ ബന്ധം കാണിക്കാതെ ദാസൻ എന്ന് മാത്രം പറയുക. ഹല്ലേലൂയ. അതേപോലെ നമുക്ക് ഈ ഭൂമി ജീവിക്കുമ്പോൾ പുകഴുവാൻ എന്താ ഉള്ളത്? നമുക്ക് പ്രശംസിക്കാൻ എന്താ? ദൈവം തന്നതെല്ലാം അതെന്തെങ്കിലും നമുക്കുണ്ടോ? നമ്മൾ നിൽക്കുന്നതും നടക്കുന്നതും ജീവിക്കുന്നതും ഒക്കെ. ഞാൻ ഓരോ പ്രഭാതത്തിൽ 3 മണിക്ക് എഴുന്നേറ്റിട്ട് ആമി വാട്സപ്പിലൂടെ ഒക്കെ അനവധി ആളുകൾക്ക് വേണ്ടി നിത്യമായിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. ദേശത്തും വിദേശമൊക്കെ ഉള്ളവർക്ക്. അതുപോലെ ഞാൻ ഫേസ്ബുക്കിലും വാട്സപ്പിലും മെസ്സേജിലും ഒരുപാട് വാക്യങ്ങൾ കൈമാറി. അത് കഴിഞ്ഞ് ഞാൻ എന്റെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഈ മെസ്സേജിന് വരുമ്പോഴൊക്കെ ഞാൻ ദൈവത്തോട് പറയും, കർത്താവേ, പിതാവിനാൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ട് ഇരിക്കുന്ന എനിക്ക് ഇതുവരെ അവസരം തന്നല്ലോ, എന്നെ അങ്ങ് നിർത്തിയല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദൈവത്തെ മഹത്വപ്പെടുത്താണ്. അങ്ങനെ തന്നെയാ കേട്ടോ. നിങ്ങൾ അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കണം. അങ്ങനെയൊക്കെ ചിന്തിക്കാൻ നമ്മുടെ മനസ്സിന്റെ ഭാരമൊക്കെ അങ്ങ് പോകുന്നേ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിങ്ങൾ ഒരുപാട് ഭാരത്തിൽ കടന്നു പോകുന്ന വ്യക്തിയാണ്. ഒരുപാട് ജീവിത പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്ക്. ഈ പ്രമാദം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നൊക്കെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെട്ട് മനം കലങ്ങി ഇരിക്കുക. പ്രത്യേകിച്ച് ഈ കാലവർഷമാണ്. പലർക്കും ജോലിയില്ല. അല്ലെങ്കിൽ ജോലിയില്ലാതെ വീട്ടിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, അവിടെ സ്കൂളിൽ വിടണം, അവർക്ക് ബസ് കൂലി ഉണ്ടാക്കണം. ആമയുടെ സ്കൂളിലെ ഫീസുകൾ, ആമി സ്കൂളിന്റെ കുട്ടികൾക്ക് പഠിക്കാൻ യൂണിഫോം, ബാഗുകൾ എന്നിവ എന്തെല്ലാം പുതിയ അഡ്മിഷനുള്ള കുഞ്ഞുങ്ങൾ, ഭൂരിപണ്ണത്തിലുള്ള കുഞ്ഞുങ്ങൾ, അങ്ങനെയൊക്കെ നിങ്ങൾ ഒരുപാട് മനസ്സുകൊണ്ട് തകർന്നവരാ. ലേരിയ ഒരു മാതാപിതാക്കൾക്ക് അവരുടെ വേദന അവരിപ്പോഴാണ് ശരിക്കും ഈ കാലഘട്ടം നന്നായിട്ട് ഇപ്പം അനുഭവിക്കുന്ന സമയം. എന്നാലും നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കണം കേട്ടോ. പിതാവിനാൽ സ്നേഹിക്കപ്പെട്ട് യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളെ കൈവിട്ട് കളയാത്തൊരു ദൈവമുണ്ട്. നിന്നെ കൈവിട്ട് കളയാത്തൊരു ദൈവമുണ്ട് സഹോദര സഹോദരി. നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ പറയട്ടെ, എന്നെ നാടും വീടും എല്ലാം ദൂരം തന്നെ എല്ലാവരും കൈവിട്ടതാണ്. എന്നെ എല്ലാവരും കൈവിട്ട്. ആരും സ്നേഹം തരാൻ, ആരും സന്തോഷം തരുവാൻ ആരുമില്ലാതിരുന്നപ്പോൾ ഹല്ലേലൂയ, പിതാവിനാൽ സ്നേഹിക്കപ്പെട്ട് യേശുക്രിസ്തുവിനാൽ എന്നെ സൂക്ഷിപ്പാൻ എന്റെ കർത്താവിന് എന്നോട് തോന്നിയ കൃപയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഇന്ന് ഞാൻ ജീവിതത്തിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ഏകാന്തത കഴിഞ്ഞു പോകുന്ന സമയങ്ങളാണ്. അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രയാസം വന്ന, സങ്കടം വന്ന, ദുഃഖം വന്ന, കണ്ണീര് വന്നാൽ, ആ ഒരു രോഗം വന്ന, പ്രയാസം വന്ന, കൂടെ നിന്ന് പങ്കുവെക്കാൻ, പറയാൻ, ആരും കൂടി നിന്ന് പ്രാർത്ഥിക്കാൻ, ആരുടെ വൈഫ് മരിച്ചു, ഞാൻ ഒറ്റയ്ക്ക് കുഞ്ഞു പഠിക്കാൻ പോയിരിക്കുന്നു. അങ്ങനെ ഇന്ന് ഞാൻ അങ്ങനെയൊക്കെ ഇരിക്കുന്നെങ്കിൽ ഒരുപാട് ഏകാന്തത നിങ്ങളെപ്പോലെ എനിക്ക് ഉണ്ടെങ്കിലും, പക്ഷെ ഞാൻ പ്രത്യാശയുള്ളവനാകട്ടോ. എന്താണെന്നറിയോ? പിതാവിനാൽ ഞാൻ സ്നേഹിക്കപ്പെട്ടവനാണ്. യേശുക്രിസ്തുവിനെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന എനിക്ക് എന്റെ ജീവിതത്തിന്റെ പ്രതികൂലങ്ങളെ ദൈവം മാറ്റിത്തരുമെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. ഞാനെപ്പോഴും നിങ്ങൾ കാണുന്നത് എന്റെ മെസ്സേജുകൾ, എന്റെ വീഡിയോസ് നിങ്ങൾ കാണാറുള്ളത് നിങ്ങൾക്കറിയാം. ഞാൻ എപ്പോഴും കടലോരത്ത് പോയി ഒരുപാട് മെസ്സേജ് പറയാം. അപ്പൊ ഞാൻ കടലോരത്തൊക്കെ പോയി മെസ്സേജുകൾ, കടലിലെ തിരമാലകൾ ആമി ഇരച്ചു തല്ലി വലിയ ശബ്ദത്തോടെ കരയിലേക്ക് കയറിയപ്പോൾ ഞാൻ ആ കരയിൽ നിന്ന് വിഷയമൊക്കെ വിളിച്ചു പറയുക. അപ്പൊ ഞാൻ ഓർക്കുക, ദൈവം ഈ തിരമാലകൾക്കൊക്കെ എന്നെ എടുത്തുകൊണ്ട് പോകാൻ കഴിയുമല്ലോ. പക്ഷെ ഈ കരയിലൂടെ വന്ന് സുവിശേഷം വിളിച്ചു പറയാൻ എന്നെ ഇത്ര യോഗ്യനാക്കി മാറ്റിയ പിതാവിനാലുള്ള സ്നേഹമാകട്ടോ. എന്റെ ഏരിയ. അപ്പം നമ്മൾ എത്രയോ തിരമാലകൾ പോലെ നിന്റെ ജീവിതത്തിനകത്ത് പ്രതിസന്ധികൾ കടന്നു വന്നാലും എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എന്നെ കേൾക്കുന്ന മാതാവേ, യുവദൈവാവിനോട് പറയട്ടെ, നീ ഒരിക്കലും തളർന്നു പോകരുത്, നീ ഒരിക്കലും ക്ഷീണിച്ചു പോകരുത്, മടുത്തു പോകരുത്. ആരും നിന്നെ സ്നേഹിക്കാനില്ലെങ്കിലും നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. ഒരു കണ്ണുനീര് തുടയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നോട് മനസ്സലിയുള്ള ഒരു ദൈവമുണ്ട്. നമ്മുടെ കർത്താവ് മനസ്സലി ഉള്ളവനാണ്. അതുകൊണ്ട് നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു. പിതാവ് നമ്മെ സ്നേഹിക്കുന്നതിനാൽ നമ്മൾ വിശുദ്ധ പദവിയിൽ ജീവിക്കണം. കർത്താവ് നമ്മെ സ്നേഹിക്കുന്നുണ്ട്. ആ വിശുദ്ധമായ പദവിയിൽ ജീവിക്കണം. ഒരു മഹത്തായ വിശുദ്ധമായ ജീവിതത്തിന്റെ ഉടമയായി ഞാനും നിങ്ങൾ ഇവിടെ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് ജീവിതത്തിൽ അടഞ്ഞു കിടക്കുന്ന വഴികളെല്ലാം ദൈവം തുറക്കും. ഹല്ലേലൂയ. അഗ്നിമയമായ വിശുദ്ധിയാണ് ദൈവം നമുക്ക് തരുന്നത്. നമുക്ക് തരുന്ന വിശുദ്ധിയുടെ അഗ്നിമയമായ വിശുദ്ധി എന്ന് പറഞ്ഞാൽ അഗ്നിയിൽ കൂടി കടത്തിവിട്ട് പൊന്നുരുക്കി എടുക്കുന്നത് പോലെ നമ്മെ അഗ്നിശോധനയിലൂടെ കടത്തിവിട്ടാണ് ദൈവം നമ്മെ വിശുദ്ധിയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പം പിതാവായി ദൈവത്തിന്റെ മുമ്പാകെ അശുദ്ധനായ ഒരു മനുഷ്യന് നിൽക്കുവാൻ കഴിയില്ല. പിതാവായ ദൈവത്തിന് മുമ്പാകെ അശുദ്ധനായ ഒരു മനുഷ്യൻ നിൽക്കാൻ പറ്റത്തില്ല. പിതാവായ ദൈവത്തിന് മുമ്പിൽ, കർത്താവായ യേശുവിന്റെ ഒരു അശുദ്ധന് മുമ്പിൽ കള്ളു കുടിക്കാനും, ഒരു കഞ്ചാവ് കുടിക്കാനും, ഒരു വീടി വരികാനും, ഒരു എംടൈമിനും, സാമ്പത്തിനും, ഒരു വ്യഭിചാരിക്ക്, തുറന്നപ്പോകാൻ, വിഗ്രഹാരാധികൾക്ക്, അല്ലെങ്കിൽ ഈ ലോകത്തിനെ വെറുക്കൂത്ത് ചെയ്യുന്ന സ്ഥാനമാനങ്ങൾ, അധികാരം, രാഷ്ട്രീയ കലാപമുണ്ടായി രക്തം ചൊരിയിക്കുന്നവർക്കൊന്നും ദൈവത്തിന് മുമ്പാകെ നിൽക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ.
അവർ പാപികളാണ്. പാപികൾക്ക് ഒരിക്കലും ദൈവത്തിൽ നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ നിന്ന് ദൈവം ഒരു കൂട്ടം ജനത്തെ വേർതിരിച്ച് പിതാവിനാൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനാൽ സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്ന നമ്മളെ ദൈവം അഗ്നിശോധനയിലൂടെ ശുദ്ധീകരിച്ചെടുത്ത് അഗ്നിയുടെ വിശുദ്ധിയാണ് ദൈവം തന്നിരിക്കുന്നത്. ആ അഗ്നിയുടെ വിശുദ്ധിയിലൊക്കെ നിൽക്കണമെങ്കിൽ നമ്മളൊന്ന് വില കൊടുക്കണം. സ്വതന്ത്രം പ്രൈസലോ ഹല്ലേലൂയ. എന്റെ കർത്താവ് എന്നോട് കാണിച്ച കൃപയെക്കുറിച്ച് ഞാനൊക്കെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഹല്ലേലൂയ. വളരെ വേദനിക്കാറുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, കഴിഞ്ഞ 2-3 ദിവസമായിട്ട് പറഞ്ഞൊരു 3-4 മാസമായിട്ട് എനിക്ക് ഭയങ്കര വയറുവേദന, നടുവേദന, ആ കാലുകൾക്ക് ഭയങ്കര വേദന, പെരുപ്പങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നമായി. 3-4 ഡോക്ടർമാരെ കണ്ടു, 2-3 സ്കാനിങ് ഒക്കെ ചെയ്തു. ഒരുപാട് പ്രതിസന്ധികൾ വന്ന്, പ്രയാസം വന്ന്, സാമ്പത്തിക ഞെരുക്കം വന്ന്, പലരോടും ചോദിച്ച് എല്ലാം വഴികൾ വളഞ്ഞ് അവരും ഒരു മറുപടി പോലും പറഞ്ഞില്ല. അങ്ങനെയൊക്കെ ഇരുന്നപ്പോൾ ഞാൻ കർത്താവ് ഈ രോഗമൊക്കെ എൻ്റെ ശരീരത്തിലുണ്ട്. ഞാൻ ഓരോ പ്രഭാതത്തിൽ എഴുന്നേൽക്കണം, എനിക്ക് മെസ്സേജ് പറയണം, പുറത്തു പോകണം, മെസ്സേജ് പറയണം, ലോകത്തോട് സുവിശേഷം വിളിച്ചു പറയണം, എൻ്റെ രോഗങ്ങളെല്ലാം മാറ്റണം. അങ്ങനെ പിതാവിനാൽ സ്നേഹിക്കപ്പെട്ടതല്ലേ, യേശുക്രിസ്തുവിനെ സൂക്ഷിച്ചിരിക്കുകയല്ലേ എനിക്ക് സൗഖ്യം നൽകണം. ഞാൻ കഴിഞ്ഞ രാത്രി പറഞ്ഞു കിടന്നു കേട്ടോ. രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ എൻ്റെ കാലുകൾക്കൊക്കെ ഭയങ്കര സൗഖ്യം തന്നിട്ട്, നടുവിൻ്റെ വേദനയ്ക്ക് ഒരു സൗഖ്യം കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അയ്യോ, ദൈവം എത്ര നല്ലവനല്ലേ. നിങ്ങൾ അങ്ങനെ ചില രോഗത്തിന്റെ, പ്രയാസത്തിന്റെ, സങ്കടത്തിന്റെ, ദുഃഖത്തിന്റെ, കണ്ണീരിന്റെ, ശാരീരികമായി വരിഞ്ഞു കൊടുക്കുന്ന പ്രതിസന്ധികളെ നീ തരണം ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനോട് ശക്തമായിട്ട് പറയുന്ന ദൂത് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ പിതാവിനാൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനാൽ സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്ന നീ അഗ്നിശോധനയുടെ നിന്നെ പുറത്തെടുത്ത് നീ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുന്നെങ്കിൽ നിന്റെ ജീവിതത്തോട് പോരാടുന്ന, നിന്റെ ശരീരത്തോട് പോരാടുന്ന ഏത് വെല്ലുവിളികളായിരുന്നാലും, എത്ര മാരക രോഗമായിരുന്നാലും അതിനെ നീക്കി നിന്നെ സുഖപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയും. വിശുദ്ധ കരമടിച്ച് ദൈവത്തെ ചോദിച്ചാട്ട് ഞാൻ ഈ ദൈവത്തെ പറയുമ്പോൾ മനസ്സുകൊണ്ട് തകർന്നിരിക്കുന്ന പലരുണ്ട്, ശാരീരികമായി തളർന്നിരിക്കുന്ന, ആത്മാവ് ക്ഷീണിച്ചിരിക്കുന്നവരുണ്ട്, ജീവിതത്തിൽ ഒരുപാട് ദുഃഖത്തോടുകൂടി കടന്നു പോകുന്നുണ്ട്, കണ്ണുനീര് കൊണ്ട് മാത്രം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഹല്ലേലൂയ. മരിച്ച മതി എന്ന് പറഞ്ഞിരിക്കുന്ന അനവധി ആളുകൾ കേരളത്തിലുണ്ട്, ഭാരതത്തിൽ, വിദേശ രാജ്യങ്ങളിലുണ്ടെന്ന്. ഹല്ലേലൂയ. എന്തിന് ജീവിക്കുന്നു, എന്തിനിവിടെ ജനിച്ചു എന്ന് ഓർത്ത് ജനിച്ച ജന്മദിവസത്തെ പോലെ ജന്മദിവസത്തെ പോലും യോബ് ശപിച്ചതുപോലെ ശപിക്കുന്ന പലരുമുണ്ട്. എന്തിന് ഞാൻ ജീവിച്ചു, എന്തിന് ഞാൻ ജനിച്ചു, ഞാൻ ജനിച്ച ദിവസം ഇല്ലാതിരുന്നെങ്കിൽ മതിയായി യോബ് പറഞ്ഞതുപോലെ. നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെയൊക്കെ വന്നിട്ടില്ലേ? ഹല്ലേലൂയ. അങ്ങനെയൊക്കെ വരുന്നേ, അങ്ങനെയൊക്കെ വരും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതം. അവിടെ നമ്മൾ അഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെട്ട് വിശുദ്ധി നിൽക്കുകയാണെങ്കിൽ നമ്മളെ തളർത്താതെ നിർത്തുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നിങ്ങളെ അഗ്നിയിലൂടെ ശുദ്ധീകരിച്ച്, ഹല്ലേലൂയ, ദൈവം പുറത്തെടുക്കും. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. വേദപുസ്തകം പറയുന്നത് നമ്മളെ അവന്റെ അടുത്തേക്ക് കൊണ്ടുവരുവാൻ, നമ്മളെ അവന്റെ അടുത്തേക്ക് ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് അഗ്നിയിലൂടെ നമ്മെ ശുദ്ധീകരിച്ചത്. ഞാൻ പറഞ്ഞു, പാപിക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പാപിയായ മനുഷ്യനെ ദൈവം അഗ്നിശോധനയിലൂടെ ശുദ്ധീകരിച്ചെടുത്ത് ദഹിപ്പിക്കുന്ന അഗ്നിയിലൂടെ നമ്മെ കടത്തിവിട്ട്, ഹല്ലേലൂയ, സ്തോത്രം, നമ്മെ ചേർത്ത് പിടിച്ചിരിക്കുക, പിതാവിനാൽ സ്നേഹിക്കപ്പെട്ട്. ഹല്ലേലൂയ. അപ്പൊ യെശയ്യാ പ്രവാചകൻ പറഞ്ഞ ജനങ്ങളുടെ മുമ്പാകെ ഒരു മഹാപ്രവാചകനായി ശോഭിച്ച യെശയ്യാ പ്രവാചകൻ ജനങ്ങളുടെ മുമ്പിൽ, സാഹചര്യത്തിലും ഇന്നും വേദപുസ്തകം വായിച്ചാൽ, അല്ലെങ്കിൽ വിശുദ്ധ വേദപുസ്തകം വായിച്ച യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നമുക്കൊരു സുവിശേഷം തന്നെയാണ്. അപ്പം ജനത്തിനൊരു മഹാപ്രവാചകനായി ശോഭിച്ചു. എന്നാൽ വിശുദ്ധനായ പിതാവിന്റെ മുമ്പാകെ നിൽക്കുവാൻ തന്റെ അശുദ്ധിയെ താൻ തന്നെ മനസ്സിലാക്കി. പിതാവായ ദൈവത്തിന് മുമ്പാകെ നിൽക്കുവാൻ കഴിയാത്തവണ്ണം തന്റെ ആദരങ്ങളുള്ള അശുദ്ധിയെ താൻ തന്നെ മനസ്സിലാക്കി. അല്ലെ, എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ള ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞ് നിലവിളിച്ചു എന്ന യെശയ്യാ പ്രവാചകൻ 6-5 വാക്യം സ്വയം അശുദ്ധിയെ മനസ്സിലാക്കി. അപ്പൊ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-5 അധ്യായങ്ങൾ യെശയ്യാ എഴുതുമ്പോൾ ജനത്തിന്റെ അശുദ്ധിയെ കണ്ട് അയ്യോ കഷ്ടം, അയ്യോ കഷ്ടം, അയ്യോ കഷ്ടം എന്ന് പറഞ്ഞ് ഈ പ്രവാചകൻ 6 അധ്യായത്തിലേക്ക് ഒന്നും പറയുകയാണ്, എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത ആദരവുള്ള ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞ് നിലവിളിച്ചു. അപ്പൊ ലേവ്യ പുസ്തകത്തിൽ ദൈവവും ഇസ്രായേലും അടുത്തു വരുന്നത് കാണാം. ലേവ്യ പുസ്തകത്തിൽ ഇസ്രായേലും ദൈവം കൂടെ അടുത്ത് വരുന്നത് കാണാം. യഥാർത്ഥത്തിൽ ശുദ്ധീകരണത്തെ കുറിച്ച് ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞ ലേവ്യ പുസ്തകം വായിക്കണം കേട്ടോ. നമ്മളിലുള്ള ഒരുപാട് അശുദ്ധിയുണ്ട്. ചില ആളുകളുടെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു പാപവുമില്ല, ഞാനൊരു അശുദ്ധിയും ചെയ്തിട്ടില്ല, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ ആർക്കും ഒരു ദോഷം ചെയ്യാറില്ല, ഞാൻ ആർക്കും ഒരു ഉപദ്രവം ചെയ്യാറില്ല, ഞാൻ എല്ലാവർക്കും നന്മ ഉപകാരം ചെയ്യാറുള്ളൂ എന്നൊക്കെയാണ് ലോകജനം പറഞ്ഞു വെക്കുന്ന വീമ്പ് കേട്ടോ. അത് വീമ്പാണ്.
പൊങ്ങച്ചം. എന്നാൽ നീ വേദപുസ്തകം, സത്യവേദപുസ്തകത്തിനകത്ത് ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ എന്ന് വരുമ്പോൾ, എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി കഴിഞ്ഞ് പുറപ്പാട്, ലേവ്യ പുസ്തകത്തിലേക്ക് വരുമ്പോൾ നീ അതൊന്ന് വായിച്ചാൽ നീ ആരാണെന്ന് മനസ്സിലാകും. നീ പറയുന്ന നിന്റെ സ്വയം മഹത്വങ്ങൾ, നിന്റെ സ്വയം പ്രശംസകളൊക്കെ മാറ്റിവെച്ച് നീ ദൈവം ഭാഗം താഴ്ത്തി കൊടുത്തിട്ട്, കർത്താവേ, ദഹിപ്പിക്കുന്ന അഗ്നിയായ അങ്ങ് എന്നെ ഒന്ന് ശുദ്ധീകരിച്ച്, അഗ്നിയിലൂടെ ശുദ്ധീകരണം തന്ന അങ്ങയാൽ സ്നേഹിക്കപ്പെട്ടു യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടു ഇരിക്കുന്ന ഒരു ജീവിതം എനിക്ക് തരണമെന്ന് നീ സ്വയം പറയും. പ്രൈസറോ, ഹല്ലേലൂയ. ഞാൻ ഈ ലേവ്യ പുസ്തകമൊക്കെ ആവർത്തിച്ച് വായിക്കുന്ന ആളാണ് കേട്ടോ. ഹല്ലേലൂയ. ഞാൻ വേദപുസ്തകം ഒരുപാട് ആവർത്തിച്ച് വായിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. കാരണം നമ്മുടെ ജീവിതത്തെ ഇങ്ങനെയൊക്കെ ശരിയാക്കി എടുത്തത് നമ്മുടെ കർത്താവാണ്. അതിനുവേണ്ടി എന്താ കർത്താവ് തന്നത്? വില കൊടുത്തത് അവന്റെ ജീവൻ ക്രൂശിൽ, അല്ലെങ്കിൽ അവന്റെ രക്തം ക്രൂശിൽ നമുക്ക് വേണ്ടി തന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നം, നമ്മൾ കർത്താവിന് വേണ്ടി ജീവിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവം വിശുദ്ധനായി, 1. 2, ജനം വിശുദ്ധനായി ജീവിക്കണം. 1, ദൈവം വിശുദ്ധനായതുകൊണ്ട്, 2, ജനം വിശുദ്ധിയോടെ ജീവിക്കണം. ഹല്ലേലൂയ. വിശുദ്ധനായ ദൈവത്തിന് മുമ്പിൽ, ഹല്ലേലൂയ, ജനം വിശുദ്ധിയോടുകൂടി ജീവിക്കുമ്പോഴാണ്, ഹല്ലേലൂയ, സ്വർഗീയ സന്തോഷങ്ങൾ അനുഭവിക്കാൻ കഴിയുന്നത്, സ്വർഗീയ ഭാഗ്യങ്ങൾ അനുഭവിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരേ, ഹല്ലേലൂയ, നമ്മളെ തന്നെ വിശുദ്ധീകരിക്കണം. ഞാൻ പറയട്ടെ, ഒന്നാമത്തെ കാര്യം എന്താണ്? നമ്മുടെ ദൈവം വിശുദ്ധനാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? നമ്മൾ വിശുദ്ധനാകണം. മൂന്നാമത് എന്താണ്? നമ്മൾ ഓരോ ദിവസവും വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. ഒരിക്കലും നമ്മൾ വിശുദ്ധീകരിച്ചുകൊണ്ട് വിശുദ്ധനാകത്തില്ല. പണ്ടുള്ള ആളുകളൊക്കെ പറയും, ഇന്നും ചില ആൾക്കാർ കർത്താവായി യേശുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച് കഴിഞ്ഞ പിന്നെ അങ്ങ് വിശുദ്ധനായെന്ന. ചില പറയുന്നത് പള്ളിയിൽ നിന്നും പോകുന്നതുകൊണ്ട്, പള്ളിയിൽ നിന്നും പോയി കുർബാന കാണുന്നതുകൊണ്ട്, എന്നും പോയി കുമ്പസാരിക്കുന്നത്, പള്ളിയിൽ നിന്നും പോയി സാക്ഷ്യം പറയുന്നത്, ആത്മാവിൽ ആരാധിക്കുന്നത്, അന്യഭാഷ പറയുന്നതാണ് വിശുദ്ധനാണ്. അങ്ങനല്ല കേട്ടോ. ക്രൈസ്തവജനം പ്രത്യേകിച്ച് പഠിക്കണം. നമ്മൾ എത്ര പള്ളി പോയാലും, എത്ര ശുദ്ധീകരിക്കുക, എത്ര അന്യഭാഷ പറഞ്ഞാലും, നമ്മൾ എത്ര കുർബാന കുമ്പസാരിച്ചാലും, നമ്മളെല്ലാം തെറ്റുകൾ ഏറ്റു പറഞ്ഞാലും, നമ്മൾ അതുകൊണ്ട് പൂർണ്ണനല്ല. ഹല്ലേലൂയ. നമ്മൾ പൂർണ്ണനല്ല. നമ്മൾ ഓരോ ദിവസവും വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കണം. അനുദിന ജീവിതത്തിൽ 24 മണിക്കൂർ നമ്മൾ ശുദ്ധീകരിക്കപ്പെടണം. കാരണം നമ്മുടെ ദൈവം എപ്പോഴും വിശുദ്ധനാണ്, പരിശുദ്ധനാണ്. അതുകൊണ്ട് മനുഷ്യൻ അശുദ്ധനാണ്. വിശുദ്ധനായ ദൈവത്തിനു മുമ്പാകെ അശുദ്ധി നീക്കി എപ്പോഴും പിതാവിനാൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനാൽ സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നില്ലെങ്കിൽ നമുക്ക് നിത്യത നഷ്ടപ്പെടും. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ ഈ ദൈവവചനമൊക്കെ ശരിക്കും വായിക്കണം. കാരണം പിതാവിനാൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനാൽ സൂക്ഷിക്കപ്പെട്ടും കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശം അവന് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ ഭൂമിയിലെ യാതൊരു ലഹരിക്ക് അടിമയാകത്തില്ല, യാതൊരു ദുർഗന്ധവും അവൻ്റെ ഉണ്ടാകത്തില്ല. അവനെപ്പോഴും സൗരഭ്യമുള്ളവനായിരിക്കും. യേശുവിന്റെ രക്തത്താൽ എപ്പോഴും കഴുകി അനുതാപ ഹൃദയത്തോടെ, പശ്ചാത്താപത്തോടെ എപ്പോഴും കർത്താവിന്റെ വരവിന്റെ കാഹളനാദം കേൾക്കുവാൻ ആത്മാവ് ഒരുക്കത്തോടുകൂടി ഇരിക്കുന്നവനായിരിക്കും. ശ്രോതം, നിങ്ങൾ അങ്ങനെയൊക്കെയാണോ ശ്രോതാവേ? പ്രൈസ് ദി ലോർഡ്. ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമാണെങ്കിൽ സന്തോഷമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യമാണെങ്കിലും എന്നോട് പറഞ്ഞു കേട്ടോ, ഈ താഴെ കമന്റ് കിട്ടും, ഞാൻ വായിച്ചു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ഞാൻ ദൈവത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ ഒരു സഹോദരൻ നിരന്തര ശരിവാ, തനിക്ക് പണിയെടുക്കത്തില്ല, തനിക്ക് പണിയെടുത്ത് ജീവിക്കത്തില്ല. അല്ലെങ്കിൽ ഞാൻ ഹല്ലേലൂയ പറയുന്നത് പുള്ളിക്ക് ഇഷ്ടമില്ല. അല്ലെങ്കിൽ തനിക്ക് പണിയെടുക്കത്തില്ല, പണിയെടുത്ത് ജീവിക്കത്തില്ല. ഞാൻ ചോദിക്കേണ്ട സഹോദര, ഞാൻ നിങ്ങളോട് എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ? നിങ്ങളോട് എന്തെങ്കിലും ഒരു സഹായം ചോദിക്കുന്നുണ്ടോ? നിങ്ങളോട് എന്തെങ്കിലും നന്മ ചോദിക്കുന്നുണ്ടോ? എന്നെ സംബന്ധിച്ച് ഉള്ളത് കൊണ്ട് ജീവിക്കാൻ അറിയാം. ഞാനൊരു പൊങ്ങച്ചക്കാരനോ, ഒരു പൊങ്ങച്ച ജീവിതം നയിക്കുന്നവനോ, ആഡംബര ജീവിതം നയിക്കുന്നവനോ, ഹോട്ടലിലെ ഭക്ഷണം കഴിക്കുന്നവനോ ഒന്നുമല്ല ഞാൻ ഒരിക്കൽ പോലും ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്, ഒരു ചായ പോലും കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ കട്ടൻ ചായ കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പം എന്നെ നിങ്ങൾ ഒരുപാട് വിമർശിക്കുന്നുണ്ട്. പണിയെടുത്ത് ഞാൻ നല്ല പണിക്കാരനായി, നല്ല പണി, നല്ലൊരു ലോഡിങ്, ഈ തടിപ്പണി, കൂപ്പുപണിയൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അങ്ങനത്തെ കൂപ്പുപണി, അങ്ങനെ ലോഡിങ് ഒക്കെ ചെയ്ത് ഒരു യൂണിറ്റ് രംഗത്തൊന്ന് പ്രവർത്തിച്ച് നന്നായിട്ട് കഠിനാധ്വാനം ചെയ്ത ആളാണ്. കഠിനാധ്വാനം ചെയ്ത് കഠിനമായി തടി ചുമന്നതിന്റെ തോളിൽ തഴമ്പിന്നുണ്ട്, കമ്പിയുടെ തഴമ്പൊന്നും തോളിലുണ്ട്. തടി ചുമന്ന ഈ വലിയ ഭാരമേരി ചുമന്ന 5-6 പേര് കമ്പി കയറി കെട്ടി തൂക്കിയെടുത്തുകൊണ്ട് വരുന്ന കണ്ടിട്ടില്ലേ? അല്ലല്ലോ. അങ്ങനൊക്കെ പണിയെടുത്ത് ജീവിച്ചിട്ടുള്ളതാണ്. എനിക്ക് പണിയെടുത്ത് മടിയുണ്ടായിട്ടില്ല. പക്ഷെ കർത്താവിന്റെ സമയമായപ്പോൾ ആ പണിയിൽ തന്നെ വേർതിരിച്ചു. ആ ജോലിയെ വേർതിരിച്ച്, അന്ന് ഞാൻ ഭയങ്കര മദ്യപാനിയുമായിരുന്നു, ലഹരിക്ക് അടിമയായിരുന്നു, എല്ലാം മൈക്കൊരു അടിമയായിരുന്നു. ആദ്യം തന്നെ ദൈവം വേർതിരിച്ചിട്ട് പറഞ്ഞു, ഇനി നീ ലോകത്തിലല്ല ഇരിക്കുന്ന, പിതാവിനാൽ നീ സ്നേഹിക്കപ്പെട്ടവനാണ്, യേശുക്രിസ്തുവിനാൽ നീ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നവൻ. നീ എന്റെ തുല്യചേട്ടൻ വിളിച്ചു പറഞ്ഞു. ഞാൻ അതുകൊണ്ടാണ് തുല്യചേട്ടൻ വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ.
ആർക്കും ദോഷമില്ല, എല്ലാവർക്കും വേണ്ടി. ഞാനൊരു മതത്തിന്റെ പ്രഭാഷണം നടത്താറില്ല, ഒരു മതപ്രസംഗനല്ല ഞാൻ. എൻ്റെ ഏരിയ ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ എല്ലാ ജാതി മത വർഗമെന്ന് വെച്ചാൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത്, എല്ലാവരുടെയും സങ്കടം. കാരണം എല്ലാവരും പിതാവിനെ സ്നേഹിക്കപ്പെട്ടവരാണ്, യേശുക്രിസ്തുവിനാൽ സൂക്ഷിക്കപ്പെട്ടവരാണെന്ന് ഞാനങ്ങ് വിശ്വസിക്കുക. എന്നോട് കർത്താവ് പറഞ്ഞതാണ് അങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ്. വിമർശിക്കുമ്പോൾ നിങ്ങൾ വിമർശിച്ചു, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഇവിടെ ദൈവത്തിന് വചനം പറയും, തനിക്കോ വിശുദ്ധിയുള്ള ഒരു ജനം ഉണ്ടായിരിക്കണമെന്ന്. യേശുക്രിസ്തുവിനുവേണ്ടി വിശുദ്ധിയുള്ള ജനം ഉണ്ടായി ദൈവം അല്ലരിയ ആഗ്രഹിക്കുന്നു. അല്ലരിയ ആകയാൽ ഇസ്രായേലിനെ മിസ്രയീമിൽ നിന്നും പുറപ്പെടുവിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന് വിശുദ്ധ ജീവിതത്തിലൂടെ 40 സംവത്സരം അവരെ അഭ്യസിപ്പിച്ചു. ഇസ്രായേൽ മക്കൾക്ക് മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് വെറും 11 ദിവസത്തെ വഴി കൊണ്ട് അവർക്ക് കനാനിൽ പ്രവേശിക്കാമായിരുന്നു. എന്നാൽ ചെങ്കടൽ കരയിൽ വെച്ചുള്ള പുറപ്പെടുപ്പ് തൊട്ട് പിന്നീട് അവരെ 40 വർഷം മരുഭൂമിയിലിട്ട് ദൈവം ശുദ്ധീകരിച്ചു. മരുഭൂമിയിലിട്ട് ശുദ്ധീകരണത്തിലൂടെ ചിലതൊക്കെ പുറത്തു വന്നു. അഗ്നിശുദ്ധീകരണത്തിലൂടെ ദഹിപ്പിക്കുന്ന അഗ്നിയായ ദൈവം ചിലരെയൊക്കെ അഗ്നിയിലൂടെ കടത്തിവിട്ട് ശുദ്ധീകരിച്ച് കൊണ്ടുവന്നവർക്ക് മാത്രമേ ആ കനാനിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞുള്ളൂ. പിറുപിറുത്തവരെല്ലാം മരുഭൂമി പെട്ടുപോയതാകട്ടോ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാ, നിങ്ങൾ ദൈവത്തിന് പിറുപിറുക്കുമ്പോൾ ഇസ്രായേൽ മരുഭൂമിയിൽ പട്ടുപോയതുപോലെ നിന്റെ ജീവിതാവസ്ഥയായി തീരാതെ ദൈവം നിന്നെ അഗ്നിശോധനയിലൂടെ ശുദ്ധീകരിച്ച് വിശുദ്ധിയിലൂടെ കൊണ്ടുവന്ന് പിതാവിനാൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനാൽ സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്ന നിന്റെ ജീവിതം കർത്താവിന് വേണ്ടിയായിരിക്കട്ടെ. ഇവിടെ നമുക്ക് കഷ്ടങ്ങളും നഷ്ടങ്ങളും ദുഃഖവും സങ്കടങ്ങളൊക്കെ ഞാൻ പറയാറുണ്ടല്ലോ. നിങ്ങളെപ്പോലെ എല്ലാ കഷ്ടങ്ങളും എനിക്കുമുണ്ട്, എല്ലാ നൊമ്പരങ്ങളുണ്ട്. പക്ഷേ ഞാൻ ദൈവത്തെ സ്നേഹിക്കപ്പെട്ടവനാണ്, യേശുക്രിസ്തുവിനാൽ എന്നെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നവനാണെന്ന് എൻ്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ആ സത്യം നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് ഞാൻ പ്രശ്നങ്ങളെ തരണം ചെയ്യുകയാണ്. നിങ്ങൾക്കും അതിൽ കഴിയണം കേട്ടോ. നിസാര കാരണങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തകർത്ത് കളയരുത്. നിസാര കാരണങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കോപാകുലരായി മാറി ദേഷ്യപ്പെടരുത്. നിസാര കാരണങ്ങൾക്ക് വേണ്ടി നീ ജീവിതം കൊണ്ട് അവസാനിപ്പിച്ച് ആത്മഹത്യ ചെയ്യരുത്. അതുകൊണ്ട് നിനക്കും പ്രയോജനമില്ല, നിന്റെ വീട്ടുകാർക്കും പ്രയോജനമില്ല, നിന്റെ നാട്ടുകാർക്കും പ്രയോജനമില്ല. നീ എന്നും നിന്റെ കുടുംബത്തിന് വീട്ടിൽ അപവാദം വരുത്തി വെച്ചിട്ട് നീ ആത്മഹത്യ ചെയ്തിട്ട് നീ നരകത്തിലേക്ക് പോകുക. നിന്നെ അവിടുന്ന് രക്ഷിക്കുക. ഈ ലോകത്തിൽ ഇന്നുവരെ ആരും ജനിച്ചിട്ടുമില്ല, ഇനിയോട്ട് ജനിക്കത്തുമില്ല. മാമയെ ആത്മഹത്യ ചെയ്ത് മരിച്ച നരകത്തിലേക്ക് പോയ ഒരു വ്യക്തികളെ അവിടുന്ന് പുറത്തുകൊണ്ട് മോചനം നൽകി സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിച്ച് ഒരു മതങ്ങൾക്കും കഴിയത്തില്ല, മതഗ്രന്ഥങ്ങൾക്കും കഴിയത്തില്ല, ഒരു മത പുരോഗതിനും കഴിയത്തില്ല, മറ്റൊരു മതത്തിനും അത് കഴിയത്തില്ലെന്നാണ്. നീ ആത്മഹത്യ ചെയ്ത് എന്നേക്കുവാണ് നിത്യ നരകത്തിൽ പോയിട്ട് അവിടെ കിടാത്ത തീ ചാകാത്ത ഭൂമി സകല ദുഷ്ടന്മാരുള്ള സ്ഥലത്ത് ഈ ഭൂമിയിൽ അനുഭവിച്ചതിന് എത്രയോ 1000 മടങ്ങാ നീ കഷ്ടം സഹിക്കുന്നത്. ഈ ആത്മഹത്യയുടെ ജഡം മാത്രമേ മരിക്കുന്നുള്ളൂ, നിന്റെ ഉള്ളിൽ ആത്മാവിന് മരണമില്ല, അത് നരകത്തിലേക്ക് പോവുക. അല്ലേലിയ സ്തോത്രം. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, യൂദ പറഞ്ഞതുപോലെ പിതാവിനാൽ സ്നേഹിക്കപ്പെട്ട് യേശുക്രിസ്തുവിനാൽ സൂക്ഷിക്കപ്പെട്ട് നീ പിതാവിനാൽ സ്നേഹിക്കപ്പെട്ട് യേശുവിനാൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണോ മാതാവേ പിതാവേ? നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ ദൈവത്തിന്റെ കരം നിന്റെ അരികിലേക്ക് ഇറങ്ങി വരും. മാനുഷികമായ കരങ്ങളെല്ലാം കുറുകുമ്പോൾ ദൈവകരം നിന്റെ അരികിലേക്ക് ഇറങ്ങി വരും. അതുകൊണ്ടാണ് യശയ്യാപ്രവാചകന്റെ പുസ്തകം 59-1 വാക്യം പറഞ്ഞ്, രക്ഷിപ്പാൻ കഴിയാത്തവന്റെ കൈക്കുറി പോയിട്ട് കേൾപ്പാൻ കഴിയാത്തവന്റെ ചെവി മന്ദമായിട്ടുമില്ല. എന്നെ കേൾക്കുന്ന മാതാവിനാവി ഭവനത്തിന്റെ അകത്തളത്തിൽ ഒറ്റയ്ക്കിരുന്ന് കണ്ണുനീര് കുടിക്കുന്നത്, എനിക്ക് ആരുവിനെ എന്നെ സഹായിപ്പാൻ, ആരുവിനെ മരിച്ചാൽ മതിയായത് എന്തിനു ജീവിക്കുന്നു, ഈ ലോകമെല്ലാം ഞാൻ എന്തിനു വഹിക്കുന്നു, ഞാൻ നിന്ദിക്കപ്പെട്ടു പോയി, മക്കളുണ്ട്, സ്വാമി പ്രയോജനമില്ല, ഭർത്താവുണ്ട് പ്രയോജനമില്ല, ബന്ധുക്കളുണ്ട് പ്രയോജനമില്ല, ആങ്ങളമാരുടെ പ്രയോജനമില്ല, ആരും എനിക്കൊരു പ്രയോജനമില്ല, എല്ലാവരും എന്നെ കൈവിട്ടു, ഞാൻ വേദനയുടെ കടന്നു പോകുന്നു, ഞാൻ രോഗിയാണ്, ഞാൻ എന്തിനു ജീവിക്കുന്നു, എന്നെ അങ്ങ് എടുത്തുകൂടെ എന്ന് ചോദിക്കുന്ന സഹോദരി സഹോദര, നിന്നെ അങ്ങനെ എടുക്കാൻ പറ്റത്തില്ലെന്ന്. ദൈവത്തിനൊരു സമയമുണ്ട് നിന്നെക്കുറിച്ച്, ആ സമയത്ത് എടുക്കാൻ പറ്റത്തുള്ളൂ. അതിനിടയ്ക്ക് നീ ആത്മഹത്യ ചെയ്ത് നീ നരകത്തിലേക്ക് തന്നെ പോയി. എൻ്റെ ഏരിയ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്കണം. വിശുദ്ധിയോടെ നമ്മൾ ജീവിക്കണം കേട്ടോ. അല്ലേലൂയ. ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിന് എത്രയും വിളിച്ചതെന്ന് ആമെ തെസ്സലോനിക്കർ 4:7 കാണുന്നുണ്ട്. നമ്മളെ ദൈവത്തിന് വിളിച്ചതാണ് ആമെ അശുദ്ധിക്കല്ല വിളിച്ചത്, വിശുദ്ധീകരണത്തിന് വേണ്ടി വിളിച്ചതാണെന്നാണ് തെസ്സലോനിക്ക ലേഖനം വായിക്കുന്നവർക്ക് കാണാൻ കഴിയുന്നത്. അല്ലേലൂയ. അപ്പൊ അശുദ്ധിക്ക് വേണ്ടി ആരെയും ദൈവം വിളിച്ചിട്ടില്ല. അശുദ്ധിക്ക് വേണ്ടി ഇവിടെ കണ്ടുപിടിക്കാനും കഞ്ചാവ് പിടിക്കാനും പെണ്ണുപിടിക്കാനും അമ്മയെ അതിര് തോണ്ടാനും വഴക്കുണ്ടാക്കാനും ബ്ലേഡ് നടത്താനും കൊള്ളപ്പലിശ വാങ്ങാനും കൈക്കൂലി വാങ്ങാനും കൊലപാതകം നടത്താനും രാഷ്ട്രീയ അധികാരം നടത്താനും രാഷ്ട്രീയ സ്ഥലം വേണ്ടി എല്ലാ കുതന്ത്രങ്ങളും മെനയുവാനും വ്യാജങ്ങൾ പ്രവർത്തിക്കാനും പറ്റുന്നു. ദൈവം ആരെയും വിളിച്ചിട്ടില്ല. അതിൽ അശുദ്ധിക്ക് വേണ്ടി ദൈവം വിളിച്ചില്ല. ദൈവം നമ്മെ ശുദ്ധീകരണത്തിനാണ് വിളിച്ചത്. അതുകൊണ്ടാണ് ആമി സ്തോത്രം 1 തെസ്സലോനിക്കർ 4 അധ്യായത്തിന്റെ 7 വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രയും വിളിച്ചത്. ആകയാൽ
ആമീൻ തുച്ഛീകരിക്കുന്നവൻ മനുഷ്യനെയല്ല, ആമീൻ തന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുന്ന ദൈവത്തെ തന്നെ തുച്ഛീകരിക്കുന്നു എന്ന് പറയുന്നത് ഹല്ലേലൂയ. വീണ്ടും ദൈവത്തിനും വായിക്കുമ്പോൾ കാണുന്നുണ്ട്, പത്രോസിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം നടക്കണമെന്ന്. നമ്മളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം നടക്കണം. 1 പത്രോസിലേക്ക് 1-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 15-ാമത്തെ വാക്യം വായിക്കും, നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം, നമ്മളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം ഹല്ലേലൂയ അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകണം. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങൾ വിശുദ്ധനായിരിക്കുമെന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിന്റെ കാര്യങ്ങളിൽ ശക്തമായി പ്രയോജനപ്പെട്ട അപ്പോസ്തലനാണ് പത്രോസ്. പത്രോസ് പറയാൻ നമ്മൾ എല്ലാ നടപ്പിലും വിശുദ്ധരായിരിക്കണമെന്നാണ്. കാരണം നമ്മുടെ കർത്താവ് വിശുദ്ധനാണ്. ഇന്ന് പകൽ നിങ്ങളെ ഏതെങ്കിലും വിധത്തിൽ അശുദ്ധി തകർക്കുവാൻ സാത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ എന്നും മടങ്ങി വരണം. നിന്റെ തകർക്കുന്ന അശുദ്ധി, ഒന്ന് നിന്റെ മദ്യപാനം, ഒന്ന് നിന്റെ പുകവലി, ഒന്ന് നിന്റെ മുറുക്ക്, പാനസാലകൾ, നീ തിന്നുന്ന തമ്പാക്കൾ, നിന്റെ പോക്കലിലും കുടുംബാമി ജീവിതം കൊണ്ടു നടക്കുന്ന നിന്റെ ചീട്ടുകളി, നിന്റെ ദുർനടപ്പ്, വ്യഭിചാരം, നിന്റെ ദുഷ്കാവുകൾ, അല്ലെങ്കിൽ ഇതൊക്കെ നീ ഇത് മാറ്റിക്കളയണമെന്ന്. ഇങ്ങനെയുള്ള എല്ലാ നിന്റെ അശുദ്ധി മാറ്റിക്കളഞ്ഞിട്ട് നീ ദൈവസ്ഥലേക്ക് വിശുദ്ധിയോടെ കടന്നു വന്നിട്ട് ആമീൻ പിതാവായി ദൈവത്തെ സ്നേഹിക്കപ്പെട്ടും കർത്താവിനെല്ലാം യേശുക്രിസ്തുവിനാൽ സൂക്ഷിക്കപ്പെട്ടും അവന്റെ വരവിന് വേണ്ടി ജീവിക്കണം. ഈ ലോകത്തിലെ ഒരു അശുദ്ധിക്ക് വേണ്ടി നിന്റെ ജീവിതത്തെ നീ തകർത്ത് കളയരുത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം എന്നൊക്കെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം എല്ലാ നടപ്പിലും വിശുദ്ധനെന്ന് പത്രോസ് പറയുക. നിങ്ങളെ വിളിച്ച വിളിക്ക് യോഗ്യമാകണം ചെയ്യുന്ന എഫേസ്യ ലേഖനമൊക്കെ വായിക്കുമ്പോൾ നിങ്ങളെ വിളിച്ച വിളിക്ക് യോഗ്യമാകും വണ്ണം ആണ് ചെയ്യണമെന്ന്. ഹല്ലേലൂയ. അപ്പൊ എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന പ്രബോധിപ്പിക്കുന്നത് നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാകും വണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്താൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാനബദ്ധത്തിൽ കാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ ഒരു ബുദ്ധിമുട്ടില്ല, നമ്മൾ ദൈവത്തെ അനുസരിച്ചാൽ മതി. പ്രൈസലോ. ഇന്ന പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എന്റെ ജീവിതം എത്ര കഠിന ശോധനയോടെ കടന്നു പോയാലും, നീ മാനസികമായി എത്ര വേദന അനുഭവിക്കുന്ന വ്യക്തിയായിരുന്നാലും, ആമീൻ കണ്ണുനീരിന്റെ ജീവിതം തളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ജീവിതത്തിലും സന്തോഷിക്കാൻ കഴിയാതെ, സ്വസ്ഥത അനുഭവിക്കാൻ കഴിയാതെ, ആമീൻ കുടുംബത്തിൽ നല്ലൊരു വാക്ക് കേൾക്കാൻ കഴിയാതെ, എല്ലാവരുടെയും പരിഹാസങ്ങളും നിന്ദകളും മാത്രമാണ് നീ ഏൽക്കുന്നതെങ്കിലും, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്ന ശക്തമായ ദൂത്, എല്ലാവരും നിന്നെ തള്ളിക്കളയുമ്പോൾ കർത്താവ് പറയാണ്, ഞാൻ നിന്റെ പിതാവിനാൽ നീ സ്നേഹിക്കപ്പെട്ടവനാണ്, പിതാവിനാൽ നീ സ്നേഹിക്കപ്പെട്ടവളാണ്. കർത്താവ് യേശുക്രിസ്തുവിൽ നീ സൂക്ഷിക്കപ്പെട്ടവളാണ്. നീ ഏകയല്ല, നിനക്കൊരു കർത്താവുണ്ട്, നിനക്കൊരു പിതാവുണ്ട്, നിനക്കൊരു സൃഷ്ടാവുണ്ട്, നിനക്കൊരു ഭർത്താവുണ്ട്. ഭൂമിയിലെ ഭർത്താവല്ല കേട്ടോ, സ്വർഗീയ പിതാവ് നിന്റെ മണവാളനായി അല്ലേ. അതുകൊണ്ട് നിന്റെ ജീവിതത്തെ നീ തകർത്ത് കളയരുത്. നാം ഈ സ്വതം നമുക്ക് പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ പെരുമഴ പോലെ പേമാരി പോലെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരും. ആമി കൊടുക്കാറ്റടിക്കുന്നത് പോലെ പ്രശ്നങ്ങൾ കടന്നു വരും. അല്ലെങ്കിൽ ആമി വലിയ ഇടിവെട്ടൽ പോലെ മിന്നൽ പോലെ നമ്മുടെ ജീവിതത്തെ ആമി ഭയപ്പെടുന്ന അനുഭവങ്ങളിലേക്ക് നമ്മൾ എത്തിയെന്ന് വരാം. പക്ഷെ എന്നാലും നമ്മെ കൈവിട്ട് കളയാത്തൊരു ദൈവമുണ്ട്. അവൻ നല്ല നമ്മെ ചേർത്ത് പിടിക്കുന്ന ദൈവമാണ്, നമ്മെ കരുതുന്ന ദൈവമാണ്, നിന്റെ എല്ലാ ആവശ്യങ്ങളും അറിയുന്നവനാ, നിന്നെ ദൂരത്തിരുന്ന് കാണുന്നവൻ അപ്പോൾ തന്നെ നിന്റെ ചാരത്തുണ്ട്. നിന്റെ ഹൃദയത്തിന്റെ നിരൂപണങ്ങൾ അറിയുന്ന ദൈവമാണ്, നിന്റെ കുടുംബത്തിന്റെ അവസ്ഥകൾ അറിയുന്നവൻ യേശുവാ, നിന്റെ ജീവിതത്തിന്റെ അവസ്ഥ അറിയുന്ന യേശുവാ. നിന്റെ സങ്കടങ്ങളെ മുഴുവൻ നീ അവന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്ക്. ഹല്ലേലൂയ. കരഞ്ഞ് കൊണ്ടുമായിരിക്കുന്ന അനേകരോട് ഇന്ന് പകൽക്കാലത്തോട് പറയട്ടെ, നിന്റെ ഉള്ളിൽ ദൈവഭയം ഉണ്ടാകട്ടെ. നിങ്ങളെ കാണുന്ന കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഒരു ദിവസം ദൈവം നിനക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു ദിവസം ദൈവം നിനക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. നിന്റെ തടസ്സങ്ങൾ, നിന്റെ പ്രതിസന്ധികൾ, നിന്റെ പ്രതികൂലങ്ങൾ, നിന്റെ താഴ്ചയെ മാറ്റി ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി ഒരു ദിവസം, അത് കർത്താവിന്റെ ഹൃദയത്തിൽ മാത്രമുള്ളതാണ്. ആ ദിവസത്തെ നമുക്ക് ദൈവം വെളിപ്പെടുത്തി. ഒരു ദിവസം തന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അത് ദൈവത്തിന്റെ ഹൃദയത്തിന്റെ മാത്രം ഇരിക്കുന്നതാണ്. അതവൻ വെളിപ്പെടുത്തുമ്പോൾ ഇന്ന് നിന്റെ കഷ്ടം മാറി, സങ്കടം മാറി, ദുഃഖം മാറി, നീ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ചില വഴികളിലൂടെ, ചില നന്മയിലൂടെ ദൈവം നിന്നെ ഉയർത്താൻ ആഗ്രഹിക്കുന്ന കരമടിച്ച് ദൈവത്തെ ശ്രമിച്ചാട്ട് ദൈവം ചില വിടുതലുകൾ പോൽക്കാണ് കുടുംബത്തിലേക്കാൻ പോകുക. അന്ധകാരത്തിന്റെ വ്യാപാര ശക്തികൾ, കുടുംബത്തിനകത്ത് പോരടിക്കുന്ന കൂട്ട പോരുകൾ, സാത്താന്യ ശക്തികൾ, കുടുംബത്തെ തകർക്കുന്ന തലമുറയെ
തകർക്കുന്ന, ജീവിതത്തെ തകർക്കുന്ന, സമാധാനം കെടുത്തിക്കളയുന്ന, ഭവനത്തിനകത്ത് അധ്വാനിക്കുന്ന പണം ലഭ്യമല്ലാതെ നഷ്ടപ്പെടുത്തി കളയുന്ന ഭൂതശക്തികൾ നിന്റെ കുടുംബത്തെയും തകർക്കാൻ ശ്രമിക്കുമ്പോൾ കണ്ണുനീരിൽ കുതിർന്നിരിക്കുന്ന ജീവിതങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പ്രഭാതത്തിൽ പറയുക, നിന്റെ ജീവിതത്തിൽ ദൈവം മാറ്റം തരാൻ ആഗ്രഹിക്കുന്നു. ഒരു ദിവസം നിന്റെ കുടുംബത്തിൽ അത് കർത്താവിന്റെ ദിവസം വെളിപ്പെടാൻ പോവുകയാണ്. രക്തം വിശ്വസിക്കുന്ന സ്തോത്രം പറഞ്ഞാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്നോട് പ്രാർത്ഥിക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ എന്നെ കേൾക്കുന്നത്, കർത്താവിന് ഒരിക്കലും അശുദ്ധരായ ജനങ്ങളെ ആവശ്യമില്ല. കർത്താവിന് ഒരിക്കലും അശുദ്ധരായ ജനങ്ങളെ ആവശ്യമില്ല. ശരീരവും അല്ലെങ്കിൽ സ്തോത്രം അല്ലെങ്കിൽ ആമീൻ, ശരീരവും മനസ്സും നമ്മുടെ ആത്മാവിനെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. കർത്താവിന് ഒരിക്കലും അശുദ്ധമായ ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ ശീതവും ഉഷ്ണവും ഇല്ലാത്ത ഉഴലുന്നവർ ആവശ്യം. ശീതവും ഉഷ്ണവും ഇല്ലാതെ ഉഴലുന്നവരെ ആവശ്യമില്ല. രണ്ട് വിചാരങ്ങളാൽ ഇരു മനസ്സോട് നടക്കുന്നവരെ ദൈവത്തിന് ആവശ്യമില്ല. ഇരുമനസ്സുള്ളവൻ തന്റെ വഴിയിലൊക്കെ ആശ്ചര്യന്ന അവൻ കാറ്റടിച്ചറിയുന്ന കടത്തിലേക്ക് സമരമെന്ന യാക്കോബ് പറഞ്ഞിരിക്കുന്നത്. അപ്പം വിശുദ്ധിയുള്ള ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അല്ലയ്യ വിശുദ്ധിയുള്ള ജനമായി നിങ്ങൾ ജീവിക്കും. വിശുദ്ധിയുള്ളവർക്ക് വേണ്ടി നിങ്ങൾ വിശുദ്ധരായി മാറി കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരായി നീ മാറിയാൽ നിന്റെ ജീവിതം അത്ഭുതകരമായി മാറും. അല്ലേരി അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മൾ വായിച്ച വർണ്ണതാണ് യൂദയുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യമാണത്. യേശു ക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരമായ യൂദ പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടും യേശു ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടു ഇരിക്കുന്നവർക്ക് വേണ്ടി എഴുതുന്നത്. അതേ നീ പിതാവിനാൽ സ്നേഹിക്കപ്പെട്ടു യേശുക്രിസ്തു സൂക്ഷിക്കപ്പെട്ടുവാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാ പാപശാപ രോഗബന്ധങ്ങളും മാറട്ടെ. ദൈവം നിന്നെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഉയർച്ചയുടെ ചില വാതിലുകൾ ദൈവം നിനക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ്. നിനക്ക് മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ ദൈവം തകർത്ത് നിനക്ക് മുമ്പിൽ ഒരു കൂത്തുവഴി, ഒരു പെരുവഴി ദൈവം തുറക്കാൻ പോവുകയാണ്. നിന്റെ നന്മകളെ വർദ്ധിക്കുന്ന തലമുറ അനുഗ്രഹിക്കുന്ന നഷ്ടപ്പെട്ട ജോലി, മടങ്ങി കിട്ടുന്ന ജോലി, ഉയർച്ചയ്ക്ക് വേണ്ടി നീ വിദേശ രാജ്യത്ത് കഷ്ടസംഖ്യിക്കുന്ന വ്യക്തിയാണോ? നിന്റെ വിസയുടെ കാലാവധി കഴിഞ്ഞ പാസ്പോർട്ട് പുതുക്കിയിട്ട് മാറിപ്പോഴാണ് പുതിയ ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ച് കിട്ടാതെ വിവിധ പ്രതിസന്ധികളിൽ കടന്നു പോകുന്ന വ്യക്തിയാണോ? ഇന്നുമകൾ പരിശുദ്ധന്മാവ് പറയുന്നത് നിനക്ക് വേണ്ടി ചില അത്ഭുതങ്ങളെ ദൈവം ചെയ്യാൻ പോവുകയാണ്. നിന്റെ ആശുദ്ധ ജീവിതം വിട്ട് നീ വിശുദ്ധീയ നിയമത്തിലേക്ക് വന്ന് പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനെ സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നു എന്നുള്ള ബോധ്യം നിന്റെ ഉള്ളിൽ നിനക്കുണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. കണ്ണുകൾ അടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം ഈശ്വരയ്ക്ക് പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന പകൽ കേരളത്തിൽ, ഭാരത ലോക രാജ്യങ്ങളിലുള്ള എല്ലാ ജനത്തെയും ജാതി മത വർണ്ണ വ്യത്യാസമില്ല കുതിരത്തോട്ട് ഒട്ടാനത്തിലൂടെ പാർക്കുന്ന സകല എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവയും ശൈശവത്തിനും ബാല്യത്തിനും കൗമാരും യുവനത്തിനും പാർത്തിനും അശ്വനും യാചക ഓർഫനേജ് യുവ തലമുറയിലായിരിക്കുന്ന എല്ലാ മത നേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, സാമൂഹിക സാംസ്കാരിക ചരിത്ര മാധ്യമ മീഡിയ രംഗങ്ങളിൽ സയൻസ് എഞ്ചിനടക്കം സകല ജനത്തെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് ഈ ജനം അശുദ്ധി വിട്ട് മടങ്ങി വന്ന് പിതാവായി ദൈവത്തെ സ്നേഹിക്കപ്പെട്ട് കർത്താവ് ഈശ്വരനെ സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്ന അനുഭവത്തിലുള്ള അഗ്നിശുദ്ധീകരണത്തോടെ ജനത്തെ ഒരുക്കിയെടുക്കണമേ. എല്ലാ പാപശാപ രോഗബന്ധങ്ങളും മാറിക്കൊണ്ട് എല്ലാ സാത്താനി പൂരുകളും എല്ലാ അശുദ്ധി കുടുംബത്തെ മാറട്ടെ. കുടുംബത്തിനകത്ത് ദൈവിക സമാധാനം നിറയൊക്കെയുണ്ടാക്കണം. മരണത്തിനും താഴെ കടന്നു പോകുന്നവർക്ക് ഒരു വിടുതൽ കൊടുക്കണമേ. സകലം കൊടുത്തു കൊടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.